നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ടു FC ബാഴ്സലോണ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ജാവി ഹെർണാണ്ടസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് സംഭവിച്ചില്ല. ഇപ്പോൾ വീണ്ടും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും അതത്ര വിശ്വാസത്തിലെടുക്കില്ല. എന്നാൽ മാർസലോ ബെച്ലർ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത് ജാവി ഹെർണാണ്ടസ് ബാഴ്സയുടെ കോച്ചായിരുന്ന സമയത്ത് നെയ്മർ ബാഴ്സലോണയിലേക്ക് എത്താനുള്ള സാധ്യത എത്രയായിരുന്നുവോ അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഫ്ലിക്ക് കോച്ചാകുമ്പോൾ എന്നാണ്. ഇത് ഇന്നോ നാളെയോ നടക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതല്ല. അന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഫ്ലിക്ക് കോച്ചാകുമ്പോൾ കുറച്ചുകൂടി സാധ്യതയുണ്ട് എന്നേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളൂ. എന്നാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാം. അദ്ദേഹം പറയുന്നു, നെയ്മർ ബാഴ്സലോണയിലേക്ക് ഫ്ലിക്കിന് കീഴിൽ തിരിച്ചെത്തുക മോർ ചാൻസ് ദാൻ വിത്ത് ചാവി. യെസ്, ചാവി കോച്ചാകുമ്പോൾ തിരികെ എത്താനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ എന്തായാലും ഇപ്പോഴുണ്ട്. ചാവിക്ക് പോയ സീസണിൽ നെയ്മറെ വേണ്ടായിരുന്നു. അദ്ദേഹം നെയ്മർ ജൂനിയറെ പോലുള്ളൊരു താരത്തിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ബിൽഡ് ചെയ്യുന്ന ഒരു ടീം അത്തരത്തിലുള്ളതായിരുന്നില്ല. അതോടൊപ്പം തന്നെ നെയ്മറുടെ ഫിസിക്കലായിട്ടുള്ള അവസ്ഥയും ചാവിക്ക് അദ്ദേഹത്തെ വേണ്ട എന്ന തീരുമാനമെടുക്കാൻ കാരണമായി. പക്ഷേ വിത്ത് ഫ്ലിക്ക് മേ ബി ദർ ഈസ് ആൻ ഓപ്പൺ ഡോർ, മേ ബി ദർ ഈസ് എ ചാൻസ് ഓഫ് ഹിം റിട്ടേണിങ്. എനിക്ക് ബാഴ്സലോണ ഇപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്യും എന്ന തരത്തിലല്ല കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു രൂപത്തിലല്ല എൻ്റെ ഈ വിശദീകരണം. കഴിഞ്ഞ സീസണിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട എന്ന് ചാവി പറഞ്ഞു. എന്നാൽ ഈ സീസണിൽ അതിനേക്കാൾ സാധ്യത കാണുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പരിക്ക് ഒരു സീരിയസ് ഇഞ്ചുറി ഒരു പ്രശ്നം തന്നെയാണ്. ഫോർ നൗ എനിക്ക് പറയാൻ കഴിയുക, നമുക്ക് ചാവി കോച്ചായിരുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരികെ എത്താനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് മാർസലോ ബെച്ലർ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊരു സാധ്യതയും നിലവിൽ നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന് 2 വർഷത്തെ കരാറാണ് അൽ ഹിലാലുമായിട്ടുള്ളത്. അതിൽ തന്നെ 1 വർഷം ഇങ്ങനെ പരിക്കേറ്റ് പോയി കഴിഞ്ഞു. അടുത്ത വർഷം എന്തായാലും നെയ്മർ അൽ ഹിലാലിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒരു പക്ഷേ എന്താകും, അദ്ദേഹം ഫ്രീ ഏജന്റ് ആവും. അപ്പോൾ അദ്ദേഹത്തെ അൽ ഹിലാൽ 1 വർഷത്തേക്ക് കൂടി നിലനിർത്തുമോ ഇല്ലയോ അത് കാത്തിരുന്ന് കാണണം. അതിന് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വേൾഡ് കപ്പോടൊക്കെ അടുത്ത ഘട്ടമായിരിക്കും. തൻ്റെ ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി യൂറോപ്പിലേക്ക് തിരികെ എത്തുമോ, അങ്ങനെ ഒരു സാധ്യത വേണമെങ്കിൽ പറയാം. കാരണം അപ്പോൾ ഫ്രീ ഏജന്റ് ആണല്ലോ നെയ്മർ. ബാഴ്സലോണക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളത് ട്രാൻസ്ഫർ ഫീയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു സാധ്യതയുണ്ട് അടുത്ത സീസണിന് ശേഷം എന്ന് പറയാമെന്നല്ലാതെ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നീക്കം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ബാഴ്സലോണയിലെ സ്ഥിതിവിശേഷം ചാവിയുള്ളപ്പോൾ എന്തായിരുന്നുവോ അതിനേക്കാൾ മാറ്റമാണ് ഫ്ലിക്ക് ഉണ്ടാകുമ്പോൾ എന്ന് ബെച്ലർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.